ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം. വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ആണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഈയിടെ പേടി മാണിയുടെ ഒരു എപ്പിസോഡ് കാണാനിടയായി. ഞാനങ്ങനെ ഒരു സ്ഥിരം പ്രേക്ഷകയൊന്നുമല്ല, പേളിയുടെ ഫാനുമല്ല. അതിൽ ആ എപ്പിസോഡിൽ പേളി മകളോട് പറയുന്നു, നിന്റെ ഉണ്ണി വാവാവോ സ്പെഷ്യൽ പാട്ട് പാടൂ എന്ന്. കുട്ടി ഉടനെ തന്നെ നാടൻ പദപ്രയോഗങ്ങൾ വെച്ച് പാടി ചിരിച്ചു മറിയുന്നു. പേളി നാണം കെട്ട ചിരിയോടെ നിൽക്കുന്നു. എന്താണത് എഡിറ്റ് ചെയ്യാതിരുന്നത്? അതിലെന്ത് തമാശയും ക്യൂട്ട്നെസ്സുമാണ് പേളി കണ്ടത്? ചില കമൻറ്റിൽ പറയുന്നത് കേട്ട് സ്കൂളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നതാകാം ഇതൊക്കെയെന്ന്. അതല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേളിയും ശ്രീനിഷുമായുള്ള ഏതോ എപ്പിസോഡിൽ ഇത്തരം പ്രയോഗങ്ങളും ഇതിലും മോശം പദങ്ങളും പേളി പറയാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ കേരളീയർക്കറിയാം, മൃഗങ്ങളുടെ വിസർജ്യത്തിന് നമ്മൾ കാഷ്ടമെന്നാണ് പറയാറുള്ളത്. പക്ഷേ പേളിക്ക് അത് അറിയില്ല. പേളി മനുഷ്യ വിസർജ്യത്തിൻ്റെ വാക്കാണ് എല്ലാറ്റിലും പറയുന്നത്. അത് വളരെ അരോചകമായിട്ട് തോന്നാറുമുണ്ട്. ഒന്നാമത്, സോഷ്യൽ മീഡിയയിൽ സംസ്കാരം എന്നുള്ളത് ഇല്ലാതായിരിക്കുന്നു. നമ്മുടെ സംസാരം, പെരുമാറ്റം ഇതൊക്കെയാണ് സംസ്കാരം നിർണ്ണയിക്കുന്നത്. ഏതാണ്ട് എല്ലാ ഇൻഫ്ലുവൻസർമാരും മോട്ടിവേറ്റേഴ്സും ഒക്കെ കേട്ടാലറയ്ക്കുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നു. ജനുവിനാണെന്ന് തോന്നിക്കാനായിരിക്കാം. ജനുവിനിറ്റി എന്നത് എന്തു തെറിയും എന്തു മോശം പദങ്ങളും പ്രയോഗിക്കാമെന്നാണോ? നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും കുഴപ്പമില്ല, വൈറലാവാം എന്ന ചിന്തയാണ്. പേളിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. മുൻപ് ഏതോ ചില സ്ത്രീകൾ മെഹന്തി പ്രയോഗം നടത്തിയ കഥ വൈറലായതാണല്ലോ. മികച്ച പാരന്റിങ് ഇതാണോ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളെ പബ്ലിക്കിൽ കൊണ്ടുവരുന്നത് നിർത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. മുൻപൊക്കെ ക്യാമറയുടെ മുന്നിൽ സഭ്യമായ പദങ്ങളെ നാമൊക്കെ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ക്യാമറ നോക്കി എന്ത് തെറി പറയാനും ഒരു ഉളുപ്പും ഒരു യൂട്യൂബേഴ്സിനുമില്ല. സ്വന്തം മൊബൈൽ ഫോൺ, സ്വന്തം ക്യാമറ, അതായിരിക്കും. എന്തെല്ലാം വൃത്തികേടുകളാണ് റിയാക്ഷൻ വീഡിയോസിലും സാധാരണ വീഡിയോയിലും വിളിച്ചു പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികൾ, ആക്രോശങ്ങൾ, അതിന് വേണ്ട അതിന് തക്കതായിട്ടുള്ള മോശം രീതിയിലുള്ള റെസ്പോൺസുകൾ എല്ലാം. സോഷ്യൽ മീഡിയയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. സഭ്യമല്ലാത്തതൊന്നിനും യൂട്യൂബ് പണം കൊടുക്കുന്നത് നിർത്തണം. അപ്പോൾ എല്ലാവരും അച്ചടക്കം പാലിക്കും. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്നത് നമ്മുടെ വിവേകത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ സ്റ്റേജാണ്, പ്രതിഫലനമാണ്. പേളി ആ കുട്ടികൾ പറഞ്ഞ പദങ്ങൾ എത്ര പ്രാവശ്യം പല വീഡിയോസിലും പറഞ്ഞിരിക്കുന്നു. ക്യാമറ നോക്കി നമ്മൾ പറയാനറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചീത്ത പദങ്ങൾ പറയാൻ അറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ആ പദത്തിൻ്റെ പല പ്രാദേശിക ഭേദങ്ങളും, അത് ഏതുമാവട്ടെ, യൂട്യൂബേഴ്സ് എന്ന് പറയപ്പെടുന്നവർ ഒരു നാണവുമില്ലാതെ വിളിച്ചു പറയുകയാണ്. പേളിയോടൊരു വാക്ക്, കുട്ടികളെ തിരുത്തണം. അതും വെച്ച് റീച്ച് ഉണ്ടാക്കുന്നത് മോശമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർ അതൊക്കെ ശരിയാണെന്നാണ് വിചാരിക്കുന്നത്. ഒരു ഷോപ്പിൽ കുറച്ച് വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സെയിൽസ്മാൻ, അയാൾ കാണുമ്പോൾ വളരെ ഗുഡ് ലുക്കിംഗ് ആണ്. പക്ഷെ അയാൾ സ്വന്തം കൂട്ടുകാരനോട് വളരെ മോശം പദങ്ങൾ പ്രയോഗിക്കുന്നു. ഫോൺ ചെയ്യുമ്പോഴും അയാൾ മോശം പദം വെച്ച് സംസാരിക്കുന്നു. കളിയായിട്ട് ചീത്ത പറയുന്നു. ഒടുവിൽ അയാളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന രംഗവും അവിടെ ഉണ്ടായി. ഇങ്ങനെ ചിലരുണ്ട്. വീട്ടിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ കുട്ടികൾ കേട്ട് പഠിക്കുമെന്നറിയാതെ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. എത്ര മോശമാണിത്! സ്കൂളിൽ നിന്ന് പഠിച്ച മോശം പദങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ പാരൻസ് വിലക്കണം. അല്ലാതെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ട് കാര്യമില്ല. ഒന്നാമത്, കുട്ടികളെ ഇങ്ങനെ വിൽപ്പന ചരക്കാക്കുന്നത് എല്ലാ പാരൻസും നിർത്തണം. ആ കുട്ടികൾ പറഞ്ഞ പദങ്ങൾ എല്ലാം പേളി പറയുന്നത് തന്നെ. കുറച്ചുകൂടി കടന്ന പ്രയോഗം പോലും ക്യാമറ നോക്കി പേളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ റിയാക്ട് ചെയ്ത് പല മോശം പദങ്ങളും തെറികളും, എന്തിനെ അശ്ലീലം കലർന്ന റീൽസും എല്ലാം അങ്ങ് വൈറലാക്കി കളയും. പകുതി ജനങ്ങളും ആ വീഡിയോ കണ്ടിരിക്കില്ല. പക്ഷേ ഇവർ റിയാക്ട് ചെയ്ത് മോശം പദങ്ങൾ ആവർത്തിച്ച് പറഞ്ഞും പ്രസ്തുത വീഡിയോ കാണിച്ചും അങ്ങോട്ട് വൈറലാക്കി കൊടുക്കുകയാണ്. ആ രംഗങ്ങളും പദങ്ങളും കുട്ടികൾക്ക് കാണാപാഠവുമാകും.
മനുഷ്യന്റെ അവയവങ്ങളെ ഡബിൾ മീനിങ്ങോടുകൂടി മറ്റു വസ്തുക്കളുമായി ചേർത്ത് പറഞ്ഞ് ഒരു സദസ്സിൽ സംസാരിക്കാൻ ഭയമായി തുടങ്ങി. പ്രാദേശിക ഭേദങ്ങൾ പോലും തെറിയായി പറഞ്ഞ് കളിയാക്കുന്നു. ഒരാൾക്ക് അയാളുടെ പ്രദേശത്തെ ഭാഷ പ്രയോഗിക്കാൻ പറ്റില്ല, അത് മറ്റൊരു പ്രദേശത്ത് തെറിയാണ്. അങ്ങനെ ജനജീവിതം ദുസ്സഹമാവുന്നുണ്ട്. ഇനി പ്രേക്ഷകരാണ് പ്രതികരിക്കേണ്ടത്. ഇത്തരക്കാരുടെ വീഡിയോസ് കാണാതിരിക്കുക. നന്ദി.